ദിവസവും തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഉയരുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നിരന്തരമായിട്ട് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തന്നിലെ ജീവഭാവത്തിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക് ഉയരുന്നതിനുള്ള മാർഗം. ഇറ്റ്സ് വെരി സിമ്പിൾ, വെരി വെരി സിമ്പിൾ. ഒരു പ്രശ്നവുമില്ല, അറിവ് മാത്രം മതി. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. തത് ത്വമസി. അതിനെ കാണാനുള്ള കണ്ണു തുറക്കണം. അതാണ് ജ്ഞാനനേത്രം സമാദായ. ആ ജ്ഞാനനേത്രത്തെ തുറക്കണം അറിവിലൂടെ. അതാണ് കേൾക്കുന്നത്. അതാണ് സത്സംഗത്തിൻ്റെ പ്രയോജനം. സത്സംഗത്തിലൂടെ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ആ അറിവാണ്. അറിവിലൂടെയാണ് നമ്മളെല്ലാവരും ഈ ജീവഭാവത്തിൽ നിന്ന് നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരീയതയിലേക്ക് ഉയരേണ്ടത്. അത് ആരെക്കൊണ്ടും തരാൻ കഴിയുന്നതല്ല. അവരവർ തന്നെ സ്വയം മനസ്സിലാക്കി ബോധിച്ച് അതിലേക്ക് സ്വയം ഉയരണം. അതിന് അറിവാണ് ആവശ്യം. ആ അറിവിന് വേണ്ടിയാണ് നിരന്തരമായ സത്സംഗം. അതുകൊണ്ടാണ് പറയുന്നത് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ആ പൂർണ്ണബോധം എന്താണ്? ഞാൻ ഇതല്ല, ഈ നായരോ ഈഴവനോ നാടാരോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല ഞാൻ. നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും ഏതൊരു ചൈതന്യമാണോ സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ഉറങ്ങാതെ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ ഓരോരുത്തരിലും സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. തന്നിലെ താൻ, നാട്ട് ഞാൻ. നമ്മളെല്ലാവരും ഞാൻ ഭാവത്തിൽ താഴ്ന്ന നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിൽ തന്നെയുള്ള ആ വലിയ ഞാനിലേക്ക്. വലിയ ഞാൻ എന്തുകൊണ്ടാണ്? ആ വലിയ ഞാനെന്ന് പറയുന്നത് എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവാന്തര്യാമിയായ ആ ഈശ്വരൻ. ഈശ്വരൻ വേറെ എങ്ങുമല്ല ഇരിക്കുന്നത്, തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. തന്നിലിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് ബോധിച്ച് അറിഞ്ഞ് നിരന്തരമായ ശ്രവണത്തിലൂടെ ഓരോരുത്തരും തൻ്റെ പ്രജ്ഞയെ, തൻ്റെ ശ്രദ്ധയെ അതിലേക്ക് ഉണർത്തി നിർത്തണം. ദാറ്റ് ഈസ് ആധ്യാത്മികത. അതിന് വേഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. താടി വളർത്തണ്ട, കുടുംബം ഉപേക്ഷിക്കേണ്ട, ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട. ബി വിത്ത് എവ്രിതിങ്. ബി ഇൻ ദ വേൾഡ് ആൻഡ് ബി വിത്ത് ദ ഗോഡ്. എങ്ങനെയാ ദൈവവുമായിട്ട് ചേർന്നിരിക്കാൻ കഴിയുന്നത്? അറിവിലൂടെ. ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല ഞാൻ, നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് തന്നിലെ താൻ, നാട്ട് ഞാൻ. ഞാനിൽ നിന്ന് നിങ്ങളെ പറിച്ചു മാറ്റണം. അതാണ് പഞ്ചദശിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. യഥാ മുഞ്ചാദിഷീകൈവം ആത്മാ യുക്ത്യ സമുദ്രത ശരീരത്രയാത്. 3 ശരീരങ്ങളിൽ നിന്നും അവനെ വേർപെടുത്തിയെടുക്കണം. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ഥൂല ശരീരത്തിൽ, അന്നമയകോശം. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിൽ. അവിടെ 3 കോശങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം. ആ 3 കോശങ്ങൾ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരത്തിലെ അഭിമാനി വിശ്വൻ, സൂക്ഷ്മ ശരീരത്തിലെ അഭിമാനി തൈജസൻ, തേജോമയൻ. ഇനി കാരണശരീരം. ആ കാരണശരീരത്തിലെ അഭിമാനി എന്ന് പറയുന്നത് പ്രാജ്ഞൻ, പ്രജ്ഞാമാത്രൻ.
ഈ 3 ശരീരങ്ങളിൽ നിന്നും ആ ആത്മചൈതന്യത്തെ വേർതിരിച്ചെടുക്കണം. അതാണ് പറയുന്നത് ശരീരത്രയാധീരൈ പരം ബ്രഹ്മൈവ ജായതേ. ആ പരബ്രഹ്മവുമായിട്ട് അവൻ യോജിക്കുന്നു അറിവിലൂടെ. വേറൊരു തരത്തിലും ഏതെങ്കിലും അമ്പലത്തിൽ പോയി തേങ്ങ അടിച്ചാലൊന്നും കിട്ടുന്നതല്ല, അത് ഒരു തരത്തിലും കിട്ടുന്നതല്ല, അറിവിലൂടെ മാത്രം. നിങ്ങൾ സ്വയം തിരിച്ചറിയണം, ഞാനെന്ന് പറയുന്നത് ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. ആ സാക്ഷി ചൈതന്യം എങ്ങനെയാണ്? എന്നിൽ മാത്രമല്ല, സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം, സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, എന്നിലും അവനിലും അവളിലും, ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും, ഇന്ത്യക്കാരനിലും അമേരിക്കക്കാരനിലും ആഫ്രിക്കക്കാരനിലും, പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും ഒക്കെ കൂടി കടന്നു പോകുന്ന സർവവ്യാപിയായ ആ സർവേശ്വര ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, അതാണ് എന്നിലെ താൻ. ഞാൻ ഉറങ്ങുമ്പോഴും ഈ ശരീരത്തിൽ ആ ഉറക്കത്തിനും സാക്ഷിയായി എന്നിൽ ഉണർവോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം, അതിനെ ബോധിച്ച്, അതാണ് അഹം സാക്ഷീതി വിദ്യാത് വിവിച്യ ഏവം പുനഃ സ ഏവ മുക്തഃ സ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഃ. വേദാന്തത്തിലെ പെരുമ്പറ കോശം, ആ സാക്ഷി ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സദാസമയവും തൻ്റെ ശ്രദ്ധയെ അതിൽ തന്നെ നിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുക. സർവകർമ്മങ്ങളിലും, ഉദ്യോഗമുള്ളവർ ഉദ്യോഗത്തിൽ നോക്കുക, വീട്ടുജോലിയുള്ളവർ വീട്ടുകാര്യങ്ങളിൽ വ്യാപരിക്കുക, കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ കൃഷിപ്പണിയിൽ, വ്യവസായത്തിന് പോകുന്നവർ അതിന്, കച്ചവടത്തിന് പോകുന്നവർ അവർ, കൂലിപ്പണിക്ക് പോകുന്നവർ അവർ, ഭിക്ഷ എടുക്കാൻ പോകുന്നവർ അവർ, അതിലും ഭിക്ഷ എടുക്കുന്നവരുടെയും ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഇതാണ്. ആ ഭിക്ഷ എടുക്കുന്നവനും ഞാൻ ഈ ഭിക്ഷ എടുക്കുന്നവനല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സാക്ഷി ചൈതന്യമാണ് എന്ന് ഭിക്ഷക്കാരനും ബോധിച്ചാൽ അവനും മോക്ഷമുറപ്പ്. സ്ത്രീയായാലും പുരുഷനായാലും ഈ അവസ്ഥയിലുള്ളപ്പോഴാണ് സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അറിവുള്ള ആളുകൾ, ബുദ്ധനും മഹാവീരനുമൊക്കെ സ്ത്രീകളെ മാറ്റി നിർത്തിയിരിക്കുന്നു. അതൊക്കെ അറിവില്ലായ്മയാണ്. ഇവിടെ ഒരു വ്യത്യാസവുമില്ല. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യത്തിലേക്ക് ആരുടെ ശ്രദ്ധയാണോ ഉണരുന്നത് അവന് സാക്ഷാത്കാരം ഉറപ്പ്. ആ ഉണർന്നാൽ മാത്രം പോരാ, ഉണർന്ന് അതിൽ സ്ഥിതി നേടണം. തൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിതി നേടിയാൽ അവൻ സ്ഥിതപ്രജ്ഞൻ ആർക്കുമാകാം. ഒന്നും തടസ്സമല്ല. നിങ്ങളുടെ ദാരിദ്ര്യം, നിങ്ങളുടെ കുടുംബം, അതെല്ലാം നിങ്ങളുടെ പ്രാരബ്ധാനുസാരം എല്ലാവരും അനുഭവിച്ച് തന്നെ തീർക്കണം. അമേരിക്കയിൽ കണ്ടില്ല, ഇപ്പോഴും തീ അണഞ്ഞിട്ടില്ല. ആകാശത്തിൽ പക്ഷികൾ പറക്കുന്നത് പോലെ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ പറന്നുകൊണ്ടിരിക്കുകയാണ് തീ അണയ്ക്കാൻ വേണ്ടിയിട്ട്. നൂറ്റുകണക്കിന് ഹെലികോപ്റ്ററുകൾ ആകാശത്തിൽ വട്ടമിട്ടുകൊണ്ട് തീ അണയ്ക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തീ അണച്ച പ്രദേശം ഇങ്ങനെ കാണുമ്പോൾ സങ്കടം തോന്നും. 50 നിലയുള്ള കെട്ടിടങ്ങളൊക്കെ നിന്ന് കത്തുകയാണ്. അമേരിക്കയിലും കാലിഫോർണിയയിലുമുള്ള ഏറ്റവും സമ്പന്നർ താമസിക്കുന്ന, നടീനടന്മാരൊക്കെ താമസിക്കുന്ന ആ കേന്ദ്രങ്ങൾ മുഴുവനും ഭസ്മമായി പോയി. ഇതാണ് ജീവിതാനുഭവം. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. നമ്മുടെയും ജീവിതത്തിൽ എന്തും സംഭവിക്കാം. ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്ന ഈ സന്ദർഭം, ഏതു നിമിഷവും ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയം. കണ്ടില്ലേ, ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നു, നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ? പെറ്റ് വളർത്തി വലുതാക്കിയ ആ മകൻ തന്നെ അമ്മയെ വെട്ടിക്കൊന്നിരിക്കുന്നു. ഇതൊക്കെ പ്രാരബ്ധാനുസാരം സംഭവിക്കുന്നതാണ്. അവനെ കുറ്റം പറയാൻ കഴിയില്ല. ഇത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഏതെല്ലാം തരത്തിലാണോ ഒരാളുടെ ഈ ജീവൻ ശരീരത്തിൽ നിന്ന് പിരിയേണ്ടതായിട്ടുള്ളത്, ആ തരത്തിൽ തന്നെ പിരിഞ്ഞിരിക്കും. അത് നേരത്തെ തന്നെ നിർണയിക്കപ്പെട്ടിരിക്കുന്നതാണ്. അത് സംഭവിച്ചു തന്നെ തീരും.
ബാഹ്യമായിട്ട് തോന്നുമ്പോൾ നമുക്ക് എന്നാലും ഇത് തെറ്റല്ലേ, മകൻ അമ്മയെ കൊല്ലാമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതെല്ലാം കർമ്മഫലാനുസാരം സംഭവിക്കുന്നതാണ്. മുൻ ജന്മത്തിൽ അമ്മ മകനെ കൊന്നിട്ടുണ്ടാവും, അത് തിരിച്ചു നടക്കുന്നു. അപ്പോൾ ഈ മനുഷ്യ ശരീരം ഇനിയൊന്ന് കിട്ടണമെങ്കിൽ 840 ദശലക്ഷം തരത്തിലുള്ള ശരീരങ്ങളിൽ കൂടി കടന്ന് പിന്നെയാണ് ഒരിക്കൽ വീണ്ടും മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. എന്നാൽ അതല്ലാതെയും കർമ്മഫലാനുസാരം നേരത്തെ സംഭവിക്കാം. അതൊക്കെ കർമ്മഫലാനുസാരം സംഭവിക്കുന്നതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനുഷ്യ ശരീരത്തിലേക്ക് വരാൻ സാധിക്കും. ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് പാപകർമ്മങ്ങളുടെ ഫലവും പേറി സഞ്ചിത കർമ്മവും പേറി നടക്കുന്ന ആളുകൾക്കാണ് ഈ അനവധി ശരീരങ്ങളിൽ കൂടി കടക്കേണ്ടി വരുന്നത്, എല്ലാ സ്ഥലത്തും കൂടി അനുഭവിക്കേണ്ടി വരുന്നു. കണ്ടില്ലേ, ഒരാന തുമ്പിക്കൈയില്ലാതെ ജീവിക്കേണ്ടി വരുന്നു. ഒരു കുട്ടിയാന തുമ്പിക്കൈയില്ലാതെ എങ്ങനെ അത് ആഹാരമെടുക്കും, എങ്ങനെ വെള്ളം കുടിക്കും? ആ മനുഷ്യ ശരീരം, ആ മൃഗത്തിൻ്റെ ശരീരത്തിൽ വെച്ച് അതിന് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം എത്രയാണ്. മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് പോലെ എല്ലാ മൃഗങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. മൃഗശരീരത്തിൽ ജീവിക്കുന്ന അവസരത്തിലും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് കരണീയമായിട്ടുള്ളതെന്താണ്? ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്ന ഈ മഹത് സന്ദർഭത്തിൽ നമുക്കിത് കേൾക്കാൻ കഴിയുന്നു. ശ്രവണായ ബഹുവീർ യോ ന ലഭ്യ, കേൾക്കാൻ പോലും കിട്ടാത്ത കാര്യമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒന്നും കേൾക്കാൻ അവസരം കിട്ടുകയില്ല. പക്ഷേ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ നിസ്സാരമായിട്ട് കണക്കാക്കി തള്ളിക്കളയാതെ ഓരോരുത്തരും ഉൾക്കൊണ്ട് ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉണർത്തണം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല, ഗോപാലകൃഷ്ണനല്ല, വസന്തയല്ല, വസുമതിയല്ല, ഹയറുന്നീസല്ല, ത്രേസ്യാമ്മയല്ല. ജാതിയും മതവുമൊക്കെ അതിൻ്റെ പുറം പൂച്ചുകളാണ്. അതൊന്നും സത്യമല്ല. സത്യമായിട്ടുള്ളത് ആ സാക്ഷി ചൈതന്യം. അതിനെക്കുറിച്ച് ബോധവാനായി ഞാൻ അതാണ് എന്ന് ബോധിച്ച് ഏതൊരാളാണോ അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ മാറ്റുന്നത്, അതാണ് നമ്മൾ ഓരോരോ മന്ത്രത്തിൽ കൂടിയും ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കഴിഞ്ഞ മന്ത്രം പറഞ്ഞത് എന്താണ്? 47ാമത്തെ മന്ത്രം പറഞ്ഞത് ഹിത്വായം സ്വാപ്നികം ദേഹം ജാഗ്രദ്ദേഹമപേക്ഷതേ ജാഗ്രദ്ദേഹ പ്രബുദ്ധോ അയം ഹിത്വാ ആത്മാനം യഥാ തഥാ. ഈ ജാഗ്രദ്ദേഹത്തിൽ വെച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നയാൾ ഉണർന്നു കഴിയുമ്പോൾ സൂക്ഷ്മ ശരീരം വിട്ട് ഏതു പ്രകാരമാണോ സ്ഥൂല ശരീരത്തിലേക്ക് മാറുന്നത്, അതുപോലെ ജാഗ്രത അവസ്ഥയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിച്ച് ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ആ ആത്മാവിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റുന്നത്? ഭാവനയിലൂടെ, ഭാവത്തിലൂടെ. ഭാവിക്കുക. യദ്ഭാവോ തദ്ഭവതി. ശരീരമാത്മാനം മന്യമാനഃ ശരീരാത്മാ ഭവതി. സച്ചിദാനന്ദ സ്വരൂപഃ അഹമിതി മന്യമാനഃ ബ്രഹ്മൈവ ഭവസി. നിങ്ങളെന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ്. കേട്ട് 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 സദാ ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ
സ്ഫുരിച്ചുകൊണ്ടിരിക്കണം. ശിവോഹം ശിവോഹം, ഞാൻ ആ ശിവം, ആ ചൈതന്യസ്വരൂപം, ആ മംഗളസ്വരൂപം. ഏത് മംഗളസ്വരൂപം ഈ ശരീരം വിട്ടു പോകുമ്പോഴാണോ ഈ ശരീരം ശവമായിട്ട് മാറുന്നത്, ആ പിരിഞ്ഞു പോകുന്ന ശിവം അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ശ്രദ്ധ തൻ്റെ ഉള്ളിൽ മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സദാ ആ മന്ത്രം ചൊല്ലാൻ നാം പറഞ്ഞിരിക്കുന്നു. ശിവം ശിവോഹം ശിവോഹം ശിവോഹം. അത് ഏതെങ്കിലും ദേവനെ ഉദ്ദേശിച്ച് പറയുന്നതല്ല, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച്. അതാണ് താനെന്ന് സ്വയം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ആ മന്ത്രം ചൊല്ലുന്നത്. ശിവം മംഗളസ്വരൂപം, ഐ എം ദാറ്റ്, നോട്ട് ദിസ്. ഈ കുട്ടപ്പനല്ല ഞാൻ, ഈ സരോജിനി അമ്മ അല്ല ഞാൻ, ഈ ത്രേസ്യ അമ്മ അല്ല ഞാൻ, ഈ ഹയറുന്നീസ അല്ല ഞാൻ. ഞാൻ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം എന്ന് പറയുന്ന ആ ചൈതന്യം, അതുമായിട്ട് നിങ്ങൾ യോജിക്കണം. ആദ്യം അറിയണം, അതാണ് ജ്ഞാനമാർഗം. അത് കഴിഞ്ഞ് അതുമായിട്ട് യോജിക്കണം, അതാണ് യോഗമാർഗം. ആദ്യം അറിയണം, ദാറ്റ് ഈസ് ജ്ഞാനമാർഗ. ആൻഡ് ദെൻ യു ഹാവ് ടു കണക്ട് വിത്ത് ഇറ്റ്. അതുമായിട്ട് യോജിക്കണം, ദാറ്റ് ഈസ് യോഗ. ഈ പ്രപഞ്ചം ഉള്ളതേ അല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉള്ളതല്ലാതാകുന്നത്? ഞാനിലിരിക്കുന്ന സമയത്താണ് ഈ പ്രപഞ്ചമുള്ളത്. ഈ ഞാനിൽ നിന്ന് നിങ്ങൾ നിങ്ങളിലെ താനിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ പിന്നെ ഈ പ്രപഞ്ചം ഇല്ലേ ഇല്ല. ഏതുപോലെ നദി സമുദ്രവുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ പിന്നെ നദിയില്ല. യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. സമുദ്രത്തിലേക്ക് ചേരുമ്പോൾ നാമവും രൂപവും വെടിയുന്നു. പിന്നെ ഗംഗാനദി ഇല്ല, പിന്നെ കരമനയാറില്ല. കരമനയാറ് സമുദ്രത്തിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ പിന്നെ കരമനയാറില്ല. എവിടെ കരമനയാർ എന്തായിട്ട് മാറി? സമുദ്രമായിട്ട് മാറി. അതുപോലെ നിങ്ങളിലെ ഞാൻ ഭാവത്തിൽ നിന്ന്, ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സർവാന്തര്യാമിയായിട്ടിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് അറിവിലൂടെ തിരിച്ചറിഞ്ഞ് ബോധിച്ച് ആരുടെ ശ്രദ്ധയാണോ അതിലേക്ക് ഉണരുന്നത്, അതാണ് പറയുന്നത് ജാഗ്രദ്ദേഹേ പ്രബുദ്ധഃ അയം. ഈ ജാഗ്രത് ദേഹത്തിൽ വെച്ച് ആരാണോ പ്രബുദ്ധനാകുന്നത് അവൻ ആ ആത്മാവിലേക്ക് യോജിക്കുന്നു. സ്വപ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നയാൾ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് ഏതു പ്രകാരമാണോ സ്ഥൂല ശരീരത്തിലേക്ക് മാറുന്നത്, അവിടെ പ്രയത്നമൊന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരത്തിലേക്ക് മാറുന്നത് പോലെ ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല ശരീരത്തിൽ വെച്ച് ആ ഉണർവിലേക്ക് ഉണർന്ന് അതാണ് കേൾക്കുന്നത്. ശ്രവണത്തിലൂടെ കേട്ട് 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 സ്വയം ബോധിച്ച് നിരന്തര വിചാരത്തിലൂടെ ശിവോഹം 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 ആ ഭാവം തന്നെ ആരിലാണോ സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത്, താൻ അറിയാതെ ഈ സ്വപ്നത്തിലെ സൂക്ഷ്മദേഹത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ സ്ഥൂലദേഹത്തിലേക്ക് മാറിയതുപോലെ അയാളും ജാഗ്രത അവസ്ഥയിൽ സ്ഥൂലദേഹത്തിൽ നിന്ന് ആത്മദേഹത്തിലേക്ക് ഉണരും, മാറും. ദാറ്റ് ഈസ് സാക്ഷാത്കാര നില. അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നാശം ഇല്ല, പിന്നെ ആ നില തുടർന്നുകൊണ്ടേയിരിക്കും. ആ നില തുടർന്നുകൊണ്ടിരുന്നാൽ ഈ ശരീരത്തിൽ എത്ര വയസ്സുവരെ ജീവിക്കേണ്ടതായിട്ടുണ്ടോ, എന്തെല്ലാം പ്രാരബ്ധങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ അതെല്ലാം അനുഭവിച്ചു തന്നെ തീരണം. അതുകൊണ്ടാണ് ഉപനിഷത്തുകൾ പറയുന്നത് ആത്മാനം സതതം ജ്ഞാത്വാ കാലം നയ മഹാമതേ പ്രാരബ്ധമഖിലം ഭുഞ്ജൻ ന ഉദ്വേഗം കർത്തുമർഹസി.
ഞാൻ സാക്ഷാത്കാരം നേടിയവനാണല്ലോ, എന്നിട്ടും റോഡിൽ കിടന്ന് അടി കൊള്ളേണ്ടി വന്നല്ലോ എന്നുള്ള ഉദ്വേഗം ഒന്നും വേണ്ട. എന്തുകൊണ്ട്? അതൊക്കെ പ്രാരബ്ധാനുസാരം സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. അതുകൊണ്ടൊന്നും അവൻ്റെ സാക്ഷാത്കാരത്തിന് യാതൊരു കോട്ടവും ഉണ്ടാവുകയില്ല, ഭംഗവും വരികയില്ല. ഈ പ്രാരബ്ധമെന്ന് പറയുന്നത് ഈ ശരീരം ജനിച്ചത് മുതൽ ഈ ശരീരം മരിക്കുന്നത് വരെ എന്തെല്ലാം അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കൃത്യമായിട്ടും സംഭവിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണ് മകൻ അമ്മയെ തല്ലിക്കൊന്നത്, വെട്ടിക്കൊന്നത്. അത് കൃത്യമായിട്ടും നിർണയിക്കപ്പെട്ടിരിക്കുന്നതാണ്. സംഭവിച്ചു തന്നെ തീരും, സംഭവിച്ചു തന്നെ തീരണം. അലംഘനീയമായ നിയമമാണ്. അതുപോലെ ആണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കിത് കേൾക്കാൻ കഴിയുന്നു. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ താൻ ഈ ശരീരത്തിൽ ഈശ്വരനായിട്ട് ഇരുന്നിട്ടും അതറിയാതെ എല്ലാവരും കുട്ടപ്പനായിട്ടും ഗോപാലകൃഷ്ണനായിട്ടും ഔസേപ്പായിട്ടും ബഷീറായിട്ടും ഒക്കെയല്ല ഇരിക്കുന്നത്. തിരിച്ചറിവിലൂടെ നിങ്ങൾ ഈ ശരീരത്തിൽ തന്നെ ഈശ്വരഭാവത്തിലേക്ക് ഉയരണം. കാരണം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം ഈശ്വരൻ തന്നെ. വേറെ എങ്ങു നിന്നും നിങ്ങൾക്ക് ഈശ്വരൻ കിട്ടുകയില്ല. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ആ ഈശ്വരൻ നിങ്ങൾക്ക് അമ്പലത്തിൽ കൂടെ ഒന്നും ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിൽ കൂടി മാത്രമേ നിങ്ങളുടെ ഈശ്വരത്വത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കൂ. വേറെ ഒരു മാർഗവുമില്ല. ഒരു സ്ഥലത്തുകൂടെയും നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടുകയില്ല. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ കളവാണ്, കിട്ടുകയില്ല. നിങ്ങളുടെ ഉള്ളിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് ഈശ്വരനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ദ ഗേറ്റ് വേ ഈസ് വിതിൻ യു. പിന്നെ വേറെ എവിടെ പോകാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലാണ് പ്രവേശ കവാടം. ആ ഈശ്വരത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കവാടം നിങ്ങളുടെ ഉള്ളിലാണ്. സ്വയം തിരിച്ചറിവിലൂടെ ഈ ശരീരത്തിൽ നിന്ന് വിട പറയുന്നതിന് മുൻപ് ആ വിട പറയൽ ഏതു നിമിഷവും സംഭവിക്കാം, ചിലപ്പോൾ അടുത്ത നിമിഷം സംഭവിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ അറിവ് എപ്പോഴാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, ഇതാ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ കാര്യമൊന്നുമല്ല, വളരെ നിസ്സാരം. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, ഐ എം ദാറ്റ്. സ്വയം ബോധിച്ച് നിങ്ങൾ തന്നെ സ്വയം പ്രഖ്യാപിക്കണം, യെസ് ഐ എം ദാറ്റ്. ഇനി മുതൽ ഞാൻ അതാണ്. ശിവം, മംഗളസ്വരൂപം. ഞാനെന്ന് പറയുന്നത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ നായരോ ഈഴവനോ നാടാരോ ഒന്നുമല്ല. ഞാൻ നാമരൂപരഹിതമായ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. ഒരു മാലയുടെ മുന്നിൽ, മുത്തുമാലയുടെ ഉള്ളിൽ കൂടി ഏതു പ്രകാരമാണോ ഒരു ചരട് കടന്നുപോയി ആ മുത്തുമണികളെല്ലാം ചൈതന്യവത്താക്കി കോർത്തിണക്കി നിർത്തിയിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ബ്രഹ്മമാകുന്ന സൂത്രം, ബ്രഹ്മസൂത്രം. ഉപനിഷത്തുകളിൽ എന്തെല്ലാം സംശയങ്ങൾ, എവിടെയെല്ലാം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ, അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിനെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാസൻ എഴുതിയിട്ടുള്ള ആ ശാസ്ത്രത്തിൻ്റെ പേരാണ് ബ്രഹ്മസൂത്രം, ബ്രഹ്മമാകുന്ന സൂത്രം. ആ ബ്രഹ്മമാകുന്ന സൂത്രത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ സർവവും കോർക്കപ്പെട്ടിരിക്കുന്നത്. സൂത്രേ മണിഗണായിവ. ആ ബ്രഹ്മമാകുന്ന സൂത്രത്തെ നിങ്ങളും പിടികൂടണം. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അതിൽ നിങ്ങൾക്ക് പിടികൂടാം. കാരണം എന്താ? അതിൽ പിടികൂടേണ്ടതായിട്ടില്ല. അത് പിടിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ആ അറിവ് മാത്രം മതി. ഐ എം ദാറ്റ്, ഞാൻ അതാണ് എന്ന് ബോധിച്ചാൽ മാത്രം മതി. ആ അറിവിലേക്ക് ഉണരാത്തത് കൊണ്ടുള്ള അവസ്ഥയെയാണ് അജ്ഞാനാവസ്ഥ എന്ന് പറയുന്നത്.
അതാണ് കാരണശരീരം. ആ കാരണശരീരം ഇല്ലാതാകണം. അവിദ്യയാകുന്ന കാരണശരീരം ഇല്ലാതായാൽ മാത്രമേ പുനർജന്മം ഇല്ലാതാവുകയുള്ളൂ. അത് ഒരു മന്ത്രം വിദ്യാരണ്യ സ്വാമികളുടെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാരണ്യ സ്വാമികളല്ല, അജ്ഞാനകർതൃകം. ആരാണ് എഴുതിയതെന്ന് അറിഞ്ഞുകൂടാ. ബീജാന്യഗ്നി ഉപദഗ്ധാനി ന രോഹന്തി യഥാ പുനഃ. പയറ് നടാനുള്ള വിത്ത് നമ്മളൊന്ന് വറുത്ത് കഴിഞ്ഞ പയറ് വറുത്ത് കഴിഞ്ഞിട്ട് നട്ടാൽ അത് മുളയ്ക്കുമോ? പയർ നമ്മൾ ചീനച്ചട്ടിയിലിട്ട് വറുത്തതിന് ശേഷം ആ വിത്തെടുത്ത് നട്ടാൽ ഏത് പ്രകാരമാണോ മുളയ്ക്കാതിരിക്കുന്നത്, അതുപോലെ ജ്ഞാനാഗ്നി ദഗ്ധൈസ്തഥാ ക്ലേശൈർ ന സമ്പദ്യതേ. ജ്ഞാനാഗ്നിയിൽ ആരാണോ ദഹിക്കപ്പെടുന്നത്, ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ജ്ഞാനമാകുന്ന അറിവാണ്. ജ്ഞാനം അത് അഗ്നിയാണ്. ആ അഗ്നി ആരിലാണോ ജ്വലിക്കുന്നത്, ഈ കേൾക്കുന്നതിലൂടെ ആ ജ്ഞാനാഗ്നി ആരിലാണോ ജ്വലിച്ച് ഉയരുന്നത്, അവനിലെ ആ കാരണ ശരീരം ആ ജ്ഞാനാഗ്നിയിൽ ഭസ്മമാകുന്നു. അതുകൊണ്ടാണ് പുനർജന്മമില്ലാത്തത്, ഉണ്ടാകാത്തത്. വെറുതെ കേട്ട് നമുക്ക് മനസ്സിലായി സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ. നിരന്തര നിധിധ്യാസനം, നിരന്തര വിചാരത്തിലൂടെ ഏതൊരാളാണോ ആ കേട്ട കാര്യം തന്നിൽ സ്വാഭാവികമായിട്ട് നിലനിർത്തുന്നത്, സ്വരൂപമായിട്ട് നിലനിർത്തുന്നത്, അതാണ് സാക്ഷാത്കാരത്തിനുള്ള മാർഗം. സ്വരൂപാഭ്യാസം, വേറെ ഒന്നുമല്ല. ഈ ശരീരമെന്ന് പറയുന്നത് ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ. ഏത് സ്കന്ദോപനിഷത്തിൽ പറയും. ദേഹോ ദേവാലയ പ്രോക്തോ, ഈ ദേഹം ദേവാലയം. ജീവൻ ആരാണ്? ദേവൻ തന്നെയാണ്, ആ ശിവസ്വരൂപം തന്നെയാണ്. ശിവോഹം ശിവോഹം. അതുകൊണ്ടാണ് നമ്മൾ ആ മന്ത്രം പറയുന്നത്, ശിവോഹം ശിവോഹം ശിവം. ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം ശിവം, അത് പിരിയുന്നതിന് മുൻപ് ഈ ശരീരത്തിനകത്തിരിക്കുമ്പോൾ തന്നെ ഏതൊരാളാണോ ഞാൻ അതാണ് എന്ന് ബോധിച്ച് സ്വയം പ്രഖ്യാപിക്കണം, ഐ എം ദാറ്റ്. പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, സദാസമയവും ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കണം. തൻ്റെ പേരും നാമവും രൂപവും എല്ലാം വിസ്മരിക്കണം. ഞാൻ നാമരൂപരഹിതനല്ല, നാമരൂപരഹിതനാണ്, നാമരൂപധാരിയല്ല ഈ ശരീരത്തിലും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പട്ടിയെ കാണുമ്പോൾ ആ പട്ടി നിങ്ങളെ കടിക്കാനൊന്നും വരികയില്ല. കാരണം ആ പട്ടിക്കകത്തിരിക്കുന്ന ചൈതന്യവും എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവും ഒന്നാണെന്നുള്ള ഭാവം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ അടുത്തുകൂടും. ആരുമായിട്ടും ഒരു സ്പർദ്ധയും ഉണ്ടാവുകയില്ല. അതാണ് സനാതനധർമ്മത്തിൻ്റെ അടിത്തറ. ആരുമായിട്ടും ഒരു വിരോധവുമില്ല, ആരുമായിട്ടും ഒരു സ്പർദ്ധയുമില്ല. ആരെയും അങ്ങനെയല്ലല്ലോ സ്വാമി, മറ്റേ ജാതിപരമായിട്ട് ബ്രാഹ്മണൻ മറ്റുള്ളവരെയൊക്കെ മാറ്റി നിർത്തുക, അതൊക്കെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ എടുത്ത് പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അറിവില്ലായ്മ. അറിവിലേക്ക് ഉയരാത്തവരുടെ അജ്ഞാന ഗോഷ്ഠികളാണ് അതൊക്കെ. ആരെല്ലാം ചെയ്താലും, അത് ബ്രാഹ്മണൻ ചെയ്താലും ശരി, ശൂദ്രൻ ചെയ്താലും ശരി, അറിവില്ലായ്മ തന്നെയാണ്. എന്താ ബുദ്ധൻ സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ? അറിവില്ലായ്മയല്ലേ? ജൈനമതത്തിലെ മഹാവീരൻ സ്ത്രീകളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, ദീക്ഷ കൊടുക്കുന്നില്ല, അവർക്ക് സാക്ഷാത്കാരമേ കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പുരുഷനായിട്ട് ജനിച്ചു വരൂ. അറിവില്ലായ്മയല്ലേ?
ഏതൊരു സ്ത്രീയാണോ ഞാനെന്ന് പറയുന്നത് ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സാക്ഷി ചൈതന്യമാണെന്ന് ബോധിച്ച് സ്വയം പ്രഖ്യാപിക്കുന്നു, ഐ ആം ദാറ്റ്. ആ ഭാവം ഏത് സ്ത്രീക്ക് നിലനിർത്തുവാൻ സാധിക്കുമോ ആ ഭാവന ആർക്കുണ്ടോ അവരൊക്കെ ആ നിലയിലേക്ക് ഉയരും. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല. ഉണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരിലെ അജ്ഞാനം നശിച്ചിട്ടില്ല, അജ്ഞാനം തീർന്നിട്ടില്ല. അപ്പോൾ ബുദ്ധനിലും അജ്ഞാനമുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്താ സംശയം? ജ്ഞാനം എവിടെയുണ്ടോ അവിടെ അജ്ഞാനവുമുണ്ട്. രണ്ടും കൂടി ചേർന്നാണ് ഇരിക്കുന്നത്. ഈ അറിവിലൂടെ ആ അജ്ഞാനം താനെ ദഹിച്ചു പോകും. അതാണ് ഇവിടെ പറയുന്നത്, ബീജാന്യഗ്നിപദഗ്ധാനി നരോഹന്തി യഥാ പുനഃ. അഗ്നിയിൽ ദഹിക്കപ്പെട്ട വിത്ത് ഏതുപോലെയാണോ മുളയ്ക്കാതിരിക്കുന്നത്, അതുപോലെ ജ്ഞാനാഗ്നിദഗ്ധൈസ്തദാ, ജ്ഞാനാഗ്നിയിൽ ദഹിക്കപ്പെട്ടവൻ, തൻ്റെ അജ്ഞാനം മുഴുവനും ദഹിക്കപ്പെട്ടവന് പിന്നെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായിട്ടില്ല. എങ്കിലും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ആ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവനായിട്ട് കാണപ്പെടും. അവൻ അനുഭവിക്കുന്നില്ല. അവൻ എല്ലാം സന്തോഷത്തോടുകൂടി ഇതെല്ലാം പ്രാരബ്ധമാണ്, ഞാൻ അനുഭവിക്കേണ്ടതാണ്, പക്ഷേ ഞാൻ എന്നിലെ ഞാനായിട്ട് ഈ ശരീരത്തിൽ ഇരിക്കുന്നില്ല. പിന്നെ അയാൾ ആ ശരീരത്തിൽ എന്തായിട്ടാണ് ഇരിക്കുന്നത്? എന്നിലെ താനായിട്ടാണ് ഇരിക്കുന്നത്, ഈശ്വരീയ ഭാവത്തിലാണ് ഇരിക്കുന്നത്. ദാറ്റ് ഈസ് സാക്ഷാത്കാര നില. ജാബാല ദർശനം ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഇതാണ് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. ആത്മാ ശുദ്ധ സദാ നിത്യ സുഖസ്വരൂപ സ്വയം പ്രഭ. ആ ആത്മചൈതന്യം നിത്യസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്, സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ്. എന്തോന്ന്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം, നിങ്ങളിലെ താൻ. ഞാൻ എന്ന് പറയുന്നത് ആ താനിൻ്റെ പ്രതിബിംബമാണ്, നിങ്ങളിലെ ഞാൻ. ആ ഞാനാണ് നാമരൂപധാരിയായിട്ട് നിങ്ങളിൽ പ്രകാശിച്ചു നിൽക്കുന്നത്. അതിനെയാണ് നിങ്ങൾ താലോലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതിനെ വിടണം. അതല്ല നിങ്ങൾ. നിങ്ങളിലെ ഞാനിൽ നിന്ന് മോചനം നേടാത്തിടത്തോളം കാലം നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടുകയില്ല. സാക്ഷാത്കാരമെന്ന് പറയുന്നത് ഞാനിൽ നിന്നുള്ള മോചനം. ആ ഞാനിൽ നിന്നുള്ള മോചനം വളരെ നിസ്സാരമായിട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞവൻ എങ്ങനെയാണോ സൂക്ഷ്മദേഹം വിട്ട് സ്ഥൂല ശരീരത്തിലേക്ക് മാറുന്നത്, അവിടെ ഒരു പ്രയത്നവും ആവശ്യമില്ലല്ലോ. എടുത്തു പൊക്കി ഏണി വെച്ച് സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് ഇറങ്ങി സ്ഥൂല ശരീരത്തിലേക്ക് കയറേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നിങ്ങൾ സൂക്ഷ്മ ശരീരം വിട്ട് സൂക്ഷ്മ ശരീരത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നത് പോലെ തിരിച്ചറിവിലൂടെ ജാഗ്രത അവസ്ഥയിൽ ഈ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ, എന്താ അറിവ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല. ഞാൻ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും എന്നിൽ ഉറക്കമില്ലാതെ ഉണർവോടുകൂടി ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം ഈ ശരീരത്തിൽ മാത്രമല്ല, സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സർവേശ്വര ചൈതന്യമാകുന്നു. ആര്? എന്നിലെ താൻ. അതാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന പദം നിങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നില്ലേ? ഈശ്വര സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം
എങ്ങനെ ആത്മസാക്ഷാത്കാരം കിട്ടുന്നത്? ഈ അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകണം, നിങ്ങളിൽ ഉണ്ടാക്കണം. അറിവിലൂടെ നിങ്ങൾ ബോധിക്കണം. ബോധിച്ച് നിങ്ങൾ സ്വയം ഡിക്ലെയർ ചെയ്ത് അതായിട്ട് നിങ്ങൾ മാറണം. ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഒറ്റ കാര്യം മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്കയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കിലോമീറ്ററുകളോളമുള്ള ആ 50, 60, 70 നിലകളുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഏതെല്ലാം തരത്തിലാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്, എന്തെല്ലാം ഗൂഢവൃത്തികൾ അതിലുണ്ടായിരിക്കും. പറ്റിപ്പ്, തട്ടിപ്പ്, വെട്ടിപ്പ്, എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്തു നോക്കിയാൽ അവിടെയും തട്ടിപ്പും വെട്ടിപ്പും രഹസ്യമായ ചില കൈക്രിയകളും ചില കൈക്കൂലികളും ചില പറ്റിപ്പുകളും ഒക്കെ ഉണ്ട്, ഇല്ലേ? ഉണ്ട്. പക്ഷെ ആരും പുറത്തു പറയില്ല, ഉണ്ട്. അതാണ് ഞാൻ ഭാവത്തിലൂടെ നടക്കുന്ന പ്രക്രിയകൾ. അതാണ് പ്രപഞ്ച സ്വഭാവം, സംസാരത്തിൻ്റെ സ്വഭാവം. ഗൗഡപാദ കാരികയിൽ ഗൗഡപാദർ, ശങ്കരാചാര്യസ്വാമികളുടെ ഗുരു ഗോവിന്ദപാദർ, ഗോവിന്ദപാദരുടെ ഗുരു ഗൗഡപാദർ, അദ്ദേഹം പറയുന്നത് പ്രപഞ്ചോ യദി വിദ്യേത് നിവർത്തേത് ന സംശയ. ഈ പ്രപഞ്ചം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നിവൃത്തി നേടണം. ഉണ്ടോ? ഉള്ളതുപോലെ കാണപ്പെടുകയല്ലേ. കയറിൽ കാണുന്ന പാമ്പിനെ പോലെ ഉള്ളതുപോലെ കാണപ്പെടുകയാണ് ഈ കാണുന്ന പ്രപഞ്ചം. ഉള്ളതേ അല്ല. അതിന് നാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന ആ അതിമനോഹരമായ മന്ത്രമുണ്ടല്ലോ, ഏതിലുള്ളത്? നാരായണ ഗുരുദേവൻ്റെ ദർശനമാലയിൽ അസത്യ ദർശനത്തിൽ വരുന്നത് ഏകം സത്യം ന ദ്വിതീയം ഹി അസത്യം ഭാതി സത്യവത്. ഏകം സത്യം ന ദ്വിതീയം, രണ്ടാമതായിട്ട് ഒന്നില്ല. ആ ഏകമായ സത്യം ഒന്നു മാത്രം. രണ്ടാമതായിട്ട് മറ്റൊന്നില്ല. എങ്കിലും എന്താ സംഭവിച്ചിരിക്കുന്നത്? ഹി അസത്യം ഭാതി സത്യവത്. അസത്യമായ കാര്യങ്ങളെല്ലാം സത്യമായിട്ട് കാണപ്പെടുന്നു. ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാകൃതം. അമ്പലത്തിൽ നമ്മൾ വിഗ്രഹരൂപത്തിൽ ശിവനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, നടരാജനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഒരു ശിലയിലുണ്ടാക്കിയിരിക്കുന്നതാണ്. ആ ശിലയിൽ നമ്മൾ കാണുന്ന ആ നടരാജ വിഗ്രഹം ശില മാത്രമാണ്. ശിലൈവ സത്യം ന ശില്പിനാകൃതം ന ദ്വിതീയം ശില്പിനാകൃതം. രണ്ടാമതായിട്ട് മറ്റൊന്നില്ല. ആ നടരാജരൂപത്തിൽ വിഗ്രഹത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് ശില തന്നെയാണ്. ശിലൈവ ശിവലിംഗം. അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ഏകം സത്യം ന ദ്വിതീയം അസത്യം ഭാതി സത്യവത്. അസത്യമായ ആ വിഗ്രഹം സത്യമായിട്ടുള്ളതുപോലെ നമ്മൾ നോക്കുന്നു, കാണുന്നു, ഭജിക്കുന്നു. അറിവിലേക്ക് ഉണർന്നവൻ അതിൽ ശില മാത്രമേ കാണൂ, ശില മാത്രമേ അതിലുള്ളൂ.
അതാണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നത്, ശിലൈവ ശിവലിംഗം. ആ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയാണ്. ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാ കൃതം. ശില്പി ഉണ്ടാക്കിയിരിക്കുന്ന മറ്റൊന്നും അവിടെയില്ല. അവിടെയുള്ള അതിൽ നിങ്ങൾ നടരാജ വിഗ്രഹത്തിൻ്റെ രൂപത്തെ കാണുന്നുണ്ടെങ്കിലും അപ്പോഴും അത് ശില തന്നെയാണ്. ഈ അറിവിലേക്ക് ഉണർന്ന ഒരാൾ 48-ാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കുകയാണ്. സ്വപ്നഭോഗേ യദൈവേച്ഛ പ്രബുദ്ധസ്യ ന വിദ്യതേ അസത് സ്വർഗാദികേ ഭോഗേ നൈവ ഇച്ഛ ജ്ഞാനിനസ്തഥ. ജ്ഞാനി ആരെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്? നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ആരാണോ ഉണർന്നിരിക്കുന്നവൻ. എന്താ പറഞ്ഞിരിക്കുന്ന കാര്യം? അവരവരുടെ കാര്യങ്ങളാണ്. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഞാനെന്ന് പറയുന്നത് നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യമാണ് എന്ന് ബോധിച്ച് ആ ബോധനിലയിലേക്ക് ആരാണോ സദാ ഉണർവോടുകൂടിയിരിക്കുന്നത് അവനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അല്ലാതെ ഭഗവത്ഗീത മുഴുവനും കാണാതെ പഠിച്ച് ഏതുറക്കത്തിലും പറഞ്ഞു നടക്കുന്ന ആളിനെ അല്ല ജ്ഞാനി എന്ന് പറയുന്നത്. ഈ വസ്തുബോധത്തിലേക്ക് ഉണർന്നിരിക്കുന്നയാൾ ഞാനെന്ന് പറയുന്നത് ആ സാക്ഷി ചൈതന്യം, എന്നിലെ താൻ, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ജ്ഞാനാഗ്നി ആരിലാണോ സദാ ജ്വലിച്ച് നിൽക്കുന്നത് ആ ജ്വാലയിൽ അയാളുടെ സർവ സഞ്ചിത കർമ്മങ്ങളും ഭസ്മമായി പോകും. എന്താ സഞ്ചിത കർമ്മം? ഇനി ലക്ഷോപലക്ഷം ശരീരങ്ങളിൽ കൂടി ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും സംസരിക്കേണ്ടതായിട്ടുള്ള രൂപരേഖ അടങ്ങിയിരിക്കുന്ന ഏട് സഞ്ചിത കർമ്മം, അത് മുഴുവനും ഈ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ദഹിച്ചു പോകും. എന്താ അവൻ്റെ അവസ്ഥ? ഈ ശരീരത്തിൽ ജനനം മുതൽ മരണം വരെ എന്തെല്ലാം അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ അത് അനുഭവിച്ചു തീരുന്ന സമയം ഈ ശരീരം അവനിൽ നിന്ന് ഉണങ്ങിയ മടല് അടർന്നു വീഴുന്നത് പോലെ അടർന്ന് വീഴുകയും ചെയ്യും. അവന് പുനർജന്മമില്ല. എന്തുകൊണ്ടില്ല? അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചേരേണ്ടതുമായിട്ട് ചേർന്നു കഴിഞ്ഞു. എന്താ ചേരേണ്ടതായിട്ടുള്ളത്? തന്നിലെത്താൻ. ആ ഈശ്വര ചൈതന്യം അത് മായയാകുന്ന ഉപാധിയോടുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. മായോപഹിത ചൈതന്യം. ആ മായയാകുന്ന ഉപാധി നീങ്ങിയാൽ ബ്രഹ്മം, നിരാകാര ബ്രഹ്മം, അതുമായിട്ട് അവൻ ചേർന്ന് കഴിഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. ആർക്കുമാകാം. അവിടെ ഒരു സ്ത്രീയെയും നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ ആരോ ആയിക്കട്ടെ, യോഗരഥോവ ഭോഗരഥോവ സംഗരഥോവ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ശങ്കരാചാര്യസ്വാമികൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഭജഗോവിന്ദത്തിൽ. സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കാൻ പാടില്ല എന്ന ഭാവത്തിൽ കഴിഞ്ഞിരുന്ന പക്ഷേ കൊടുത്തു. അവസാനം കൊടുത്തു തൻ്റെ ചെറിയമ്മയ്ക്ക്. ബുദ്ധനെ വളർത്തി വലുതാക്കിയ, ബുദ്ധനെ പ്രസവിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചുപോയി. വളർത്തിയത് ചെറിയമ്മയാണ്. 12 വർഷങ്ങൾക്ക് ശേഷം സാക്ഷാത്കാരം നേടി. 12 വർഷങ്ങൾക്ക് ശേഷം ബുദ്ധൻ തിരിച്ചു കൊട്ടാരത്തിലെത്തി. ഭാര്യയെ കണ്ടു. അപ്പോൾ ഭാര്യ വളരെയധികം ശാസനയോടുകൂടി സംസാരിച്ചു, വഴക്ക് പറഞ്ഞു, ഭത്സിച്ചു. ഇതാണ് നിൻ്റെ അച്ഛൻ രാഹുൽ. മകനെ വിളിച്ചു പറഞ്ഞു, നിൻ്റെ അച്ഛൻ ദാ നിൽക്കുന്നു, വന്ന് നിൽക്കുന്നു, എന്തെങ്കിലും ചോദിക്കേ. എന്ത് തരാനാണ്? ഭിക്ഷക്കാരനല്ലേ, ഭിക്ഷ എടുത്തല്ലേ ആഹാരം കഴിക്കുന്നത്, ഭിക്ഷ എടുത്തല്ലേ ജീവിക്കുന്നത്, ചോദിരേ. ഉടനെ ബുദ്ധൻ തിരിഞ്ഞ് എപ്പോഴും കൂടെ നടക്കുന്ന ആനന്ദനെ അങ്ങോട്ട് കയറ്റിയില്ല. ഭാര്യയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്
ആനന്ദനോട് പറഞ്ഞു, നീ കുറേ സമയം പുറത്തു നിൽക്ക്, എൻ്റെ കൂടെ നിൽക്കണ്ട. കാരണം എൻ്റെ ഭാര്യയായിരുന്നവളാണ്, ഇപ്പോഴും എന്നെ ഭർത്താവായിട്ട് കണക്കാക്കുന്നവളാണ്. അവളുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകരുത്. പക്ഷേ അങ്ങനെയല്ല ആനന്ദന് കൊടുത്തിരുന്ന വാക്ക്. ആനന്ദന് കൊടുത്തിരുന്ന വാക്കെന്താണ്? ഞാൻ എപ്പോഴും എവിടെയും അങ്ങയോടൊപ്പം ഉണ്ടാകും. അങ്ങ് എവിടെ കിടന്നുറങ്ങുന്നു അവിടെ ഞാനും കിടന്നുറങ്ങും. അങ്ങ് എങ്ങോട്ട് പോകുന്നു അവിടെ ഞാനും ഉണ്ടായിരിക്കും. ആ വാക്ക് ബുദ്ധനെ കൊണ്ട് വാങ്ങിച്ചതിന് ശേഷമാണ് ആനന്ദൻ ദീക്ഷ വാങ്ങിച്ചത്. പക്ഷേ ഭാര്യയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയപ്പോൾ ആനന്ദനോട് വെളിയിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ആനന്ദൻ പറഞ്ഞു, അതെന്താണ്? അങ്ങനെ അല്ലല്ലോ നമ്മുടെ കരാറ്. പക്ഷേ കരാർ അങ്ങനെയാണെങ്കിലും എന്നെ അവൾ ഭർത്താവായിട്ട് കാണുകയാണ്. മറ്റൊരാളുമായിട്ട് ചെന്നാൽ അവർക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കുകയില്ല, അവൾ മൗനം പാലിക്കും. അതുകൊണ്ട് നീ വെളിയിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ രാഹുലിനോട് ഭാര്യ പറഞ്ഞു, നിൻ്റെ അച്ഛൻ ഇതാണ്ടാ, നിൻ്റെ അച്ഛൻ ചോദിര്, വല്ലതും ചോദിര് എന്ന് പറഞ്ഞപ്പോൾ കുട്ടി എന്ത് ചോദിക്കാനാണ്? കുട്ടിക്ക് എത്ര വയസ്സ്? 12 വയസ്സ്. കുട്ടിക്ക് ഒരു ദിവസം പ്രായമായപ്പോഴാണ് ബുദ്ധൻ കടന്നു കളഞ്ഞത്. അപ്പോൾ ബുദ്ധൻ ചോദിക്കാൻ പറഞ്ഞപ്പോൾ പിന്നിലേക്ക് നോക്കി ആനന്ദനെ വിളിച്ചു, ആനന്ദ, എൻ്റെ ആ ഭിക്ഷാപാത്രം കൊണ്ടുവരും. ആ ഭിക്ഷാപാത്രം കൊടുത്ത് ആനന്ദന് കൊടുത്തിട്ട് രാഹുലിനെയും മകന് ദീക്ഷ കൊടുത്ത് സന്യാസിയാക്കി കേട്ടപ്പോൾ ഭാര്യ ഉടനെ നിലവിളിക്കാൻ തുടങ്ങി. ഈ നിലവിളി കേട്ട് അച്ഛൻ ഇറങ്ങി വന്നു. ആരാ? ശുദ്ധോദനൻ അല്ലേ? ശുദ്ധോദനല്ലേ? ശുദ്ധോദന മഹാരാജാവ് ഇറങ്ങി വന്നു. പിന്നെ 2 പേരും കൂടിയായി. ശുദ്ധോദന മഹാരാജാവ് വന്ന് ഇതെല്ലാം അദ്ദേഹം വളരെ ശാന്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വന്ന് ഇങ്ങനെ രാജ്യത്തിൻ്റെ അവകാശിയായിട്ടുള്ള നീ എന്നെ നശിപ്പിച്ചു കളഞ്ഞു, ഇപ്പോൾ നീ കൊച്ചുമകനെ കൂടെ സന്യാസിയാക്കിയിരിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും നശിപ്പിച്ചു, ഇനി അവകാശികളെ ഇല്ല എന്ന് പറഞ്ഞ് അച്ഛനും ഭത്സിക്കാൻ തുടങ്ങി. എല്ലാം ശാന്തമായിട്ട് ബുദ്ധൻ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. അവർ 2 പേരും തകർക്കുകയാണ്. അപ്പോൾ ആ ബുദ്ധനില എന്ന് പറയുന്നത് ഏതു നിലയാണ്? തന്നിലെ താനായിട്ടുള്ള നില. നിങ്ങൾക്ക് ആർക്കുമാകാം. നിങ്ങൾ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ, അതാണ് യോഗരഥോവ ഭോഗരഥോവ സംഗരഥോവ സംഘവിഹീനത യസ്യ ബ്രഹ്മണി രമതേ ചിത്തം. ഏതൊരുവൻ്റെ ചിത്തമാണോ ആ ബ്രഹ്മത്തിൽ ലയിക്കുന്ന, ആ ബ്രഹ്മം ഏതാണ്? തന്നിലെ താൻ, ആ ഈശ്വര ചൈതന്യം, അതുതന്നെയാണ് ബ്രഹ്മം. ആ ഈശ്വര ചൈതന്യമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മായയുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട്. മായോപഹിത ചൈതന്യം, അത് ബ്രഹ്മം തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ. അത് വേറെ ഒരു സ്ഥലത്തും പോയി ഉള്ളതല്ല. തിരിച്ചറിവിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് സ്വയം ആർജിച്ച് സ്വയം പ്രഖ്യാപിക്കണം, ഐ ആം ദാറ്റ്. അതാണ് ബുദ്ധനില. ബുദ്ധൻ ഈ നിലയിലാണ് ബുദ്ധൻ വർത്തിക്കുന്നത്. എല്ലാവർക്കും ആ ബുദ്ധനിലയിലേക്ക് വർത്തിക്കാൻ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ജാതി കൊണ്ടോ മതം കൊണ്ടോ, നീ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ, ഒന്നും ഇവിടെ ബാധകമല്ല ആർക്കും, ഏതൊരാളിനും. ഇപ്പം തന്നെ എത്രയോ വിദേശികൾ കുംഭമേളയ്ക്ക് വന്ന് പുതിയ പേരൊക്കെ സ്വീകരിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ, വായിച്ചില്ലേ? ഈ അറിവ് ലോകത്തെ ഒരു മതത്തിലുമില്ല. ഈ ഭാരതത്തിൽ മാത്രമുള്ള തനതായ അറിവാണ്. ആ സാക്ഷാത്കാരത്തിലേക്ക് വേറെ എവിടെ ഇരിക്കുന്നത് സാക്ഷാത്കാരം? അവർക്കെല്ലാം പറയുന്നത് സ്വർഗമുണ്ട്, സ്വർഗത്ത് പോയാൽ അവിടെ അതുണ്ട് ഇതുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. എല്ലാം അജ്ഞാനികളാണ്. ജ്ഞാനം വേറെ ഒരു സ്ഥലത്തുമില്ല.
ഭാരതത്തിൻ്റെ ട്രഷറിയിലാണ് ആ ജ്ഞാനമുള്ളത്. ആ ജ്ഞാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭാരതീയർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല. പക്ഷിമൃഗാദികളും കൃമികീടാദികളും എല്ലാം കാലാന്തരത്തിൽ ഈ മനുഷ്യ ശരീരത്തിലേക്ക് വന്നു ഭവിക്കേണ്ടതായിട്ടുണ്ട്, വന്നു ഭവിക്കും. അതാണ് 840 ദശലക്ഷം ശരീരങ്ങളിൽ കൂടി ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും. അതാണ് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം എന്ന മട്ടിൽ ഇങ്ങനെ സംസരിച്ച് 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 മനുഷ്യ ശരീരം കിട്ടുന്ന ആ അസുലഭ സന്ദർഭം, ആ അസുലഭ സന്ദർഭത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പാഴാക്കിക്കളയരുത്. ഏത് നിമിഷവും വെടിതീരാം. എപ്പോഴാണ് നിങ്ങളുടെ ആ ജീവൻ പോകുന്ന സന്ദർഭം ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ടും സംഭവിച്ചിരിക്കും. ചിലപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും സ്വാമിയുടെ മുതുകത്തൂടി ഒരു കാറ് വന്ന് കയറുന്നത്. തീർന്നു. അത് നിങ്ങളുടെയും ശരീരത്തിൽ കൂടെ ആകാം. നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാൽ, എന്നാലും സ്വാമി ഞങ്ങളെ നോക്കി ഇങ്ങനെ പറഞ്ഞല്ലോ, സ്വാമിയുടെ കാര്യമാക്കി പറഞ്ഞാൽ കുഴപ്പമില്ല. കൃത്യമായിട്ടും സംഭവിച്ചിരിക്കും. അതുകൊണ്ട് എന്തിനാ അത് പറയുന്നത്? ഏതു നിമിഷത്തിലും അത് ആർക്കും സംഭവിക്കാം. അത് സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഓരോരുത്തരും സ്വയം ഡിക്ലെയർ ചെയ്തു, ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. ശിവം ശിവോഹം ശിവോഹം ശിവോഹം. ആ മന്ത്രം സദാ ഉരുവിട്ടുകൊണ്ട് നടക്കുക. ഉരുവിടുന്ന അവസരത്തിൽ ഈ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഭാവമില്ലെങ്കിൽ ഒന്നുമില്ല. ഭാവം യദ്ഭാവോ തദ്ഭവതു. മന്ത്രം ചൊല്ലിയാൽ മാത്രം പോരാ, ഭാവമുണ്ടായിരിക്കണം. ആ ഭാവം ഞാൻ ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല, നാമരൂപരഹിതമായ ആ ചൈതന്യം, അതാണ് ജ്ഞാനം. അങ്ങനെയുള്ള ആളിന് അസത് സ്വർഗാദികേ ഭോഗേ നൈവ ഇച്ഛ, ആ ആഗ്രഹമൊന്നും അവർക്കില്ല. ജ്ഞാനിനസ്തത, ജ്ഞാനിക്ക്, ആ ജ്ഞാനത്തിലേക്ക് ഉണർന്നവന് സ്വർഗം നരകം അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അവൻ ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ട് ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു, യോജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. ഏതു പ്രകാരമാണോ ഒരു ഉപ്പ് വരൽ വെള്ളത്തിലിട്ടാൽ ആ ഉപ്പ് ജലവുമായിട്ട് യോജിക്കുന്നത്, ദാറ്റ് ഈസ് യോഗ. നദി സമുദ്രവുമായിട്ട് ചേർന്ന് സമുദ്രാകാരമായിട്ട് തീരുമ്പോൾ യോഗ. ആദ്യം ജ്ഞാനം, ദെൻ യോഗ. ആദ്യം വേണ്ടത് ജ്ഞാനമാണ്. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജ്ഞാനം, അത് യോഗമായിട്ട് മാറ്റണം. എങ്ങനെയാ യോഗമായിട്ട് മാറ്റുന്നത്? നിങ്ങളുടെ ശ്രദ്ധയെ, നിങ്ങളുടെ പ്രജ്ഞയെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനുമായിട്ട് യോജിപ്പിക്കുക. ദാറ്റ് ഈസ് യോഗ. അതൊന്നും കാണാതെ പഠിക്കാനൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കേണ്ടതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഉറക്കമുണർന്നു കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്നത് പോലെ ജാഗ്രത അവസ്ഥയിൽ ഈ അറിവിലേക്ക് ഉണർന്ന് ജാഗ്രത ശരീരം വിട്ട് ആത്മശരീരത്തിലേക്ക് യോജിക്കണം, ആത്മാവുമായിട്ട് യോജിക്കണം. ദാറ്റ് ഈസ് യോഗ. ആദ്യത്തേത് ജ്ഞാനം, രണ്ടാമത്തേത് യോഗം. ശ്രീരാമഗീത ഗുരു ജ്ഞാനവാസിഷ്ഠത്തിൽ ഒരു മന്ത്രം പറയുന്നുണ്ട്, മോക്ഷസ്യ സാധനം ജ്ഞാനമാദ്യം വേദാന്തവാക്യജം. മോക്ഷസ്യ സാധനം ജ്ഞാനം ആദ്യം വേദാന്തവാക്യജം. വേദാന്തവാക്യങ്ങളിൽ കൂടി പറയുന്ന ആ ജ്ഞാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം അതാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അന്തിമം സാധനം യോഗം. തസ്മാത്
യോഗം സമാശ്രയ. അവസാനമായിട്ട് വേണ്ടത് യോഗം. അതുകൊണ്ട് യോഗത്തെയാണ് ആശ്രയിക്കേണ്ടത്. ജ്ഞാനമുണ്ടായാൽ മാത്രം പോരാ, ആ ഉണ്ടായ ജ്ഞാനത്തിലൂടെ തന്നിലെ ഞാനിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ വിട്ടിട്ട് തന്നിലെ താനുമായിട്ട് യോജിപ്പിക്കണം. ദാറ്റ് ഈസ് യോഗ. ആ യോഗം നടക്കുന്നില്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ ആദ്യം വേണ്ടത് ജ്ഞാനം, ആൻഡ് ദെൻ യോഗ. ഇത് ശ്രീരാമഗീതയിലുള്ളതാണ്. ഗുരു ജ്ഞാനവാസിഷ്ഠം. മോക്ഷസ്യ സാധനം ജ്ഞാനമാദ്യം വേദാന്തവാക്യജം. വേദാന്തവാക്യജം തത്വമസി. വേദാന്തവാക്യം അയമാത്മാ ബ്രഹ്മ. മഹാവാക്യങ്ങൾ, പ്രജ്ഞാനം ബ്രഹ്മ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ആ അറിവിലേക്ക് ഉണരുന്ന അവസരത്തിൽ ആ ഉണർന്നവൻ പറയുന്നതാണ് അഹം ബ്രഹ്മാസ്മി. ഇതെല്ലാം വേദാന്ത വാക്യങ്ങളാണ്. ഇത് മഹാവാക്യങ്ങളായിട്ട് 4 ബാക്കിയൊക്കെ മറ്റുള്ള അവാന്തരവാക്യങ്ങൾ എന്ന് പറയും. 4 വാക്യങ്ങൾ പ്രധാനമായിട്ട് മഹാവാക്യങ്ങൾ. ഇങ്ങനെ ജീവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ സ്വാമി? ഉണ്ടല്ലോ. ഇവിടെ തന്നെ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഫെബ്രുവരി 4, 5 തീയതികളിൽ വരുന്നത്. അതിൻ്റെ നോട്ടീസാണ് നിങ്ങൾക്കെല്ലാവർക്കും കിട്ടിയത്. ഈ അവസ്ഥയിൽ ജീവിച്ചയാളാണ്. ഈ അവസ്ഥയിൽ തന്നിലെ നാമരൂപധാരിയിൽ നിന്ന് മാറി ആ തന്നിലെ താനുമായിട്ട് യോജിച്ച് ശരീരം വെടിഞ്ഞയാളാണ്. അദ്ദേഹം ജോലി ചെയ്തു, ഭാര്യയുണ്ട്, മക്കളുണ്ട്, പാൽക്കുളങ്ങരയായിരുന്നു, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനം ഫെബ്രുവരി 4 തീയതി. അതോ മരണമാണോ? 4, 5 തീയതികളിലാണ്. ഒന്ന് ജനനം, ഒന്ന് മരണം. ഈ 4, 5, 2 ദിവസം അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രഭാഷണം ഇവിടെ കിഴക്കേക്കോട്ട അഭേദാശ്രമത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ സാധിക്കുമെങ്കിൽ, വന്നു ചേരാൻ സാധിക്കുമെങ്കിൽ വന്ന് ചേർന്ന് ഈ 4 മഹാവാക്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരിക്കും അവിടെ നടക്കുന്നത്. അതിലൂടെ അറിയേണ്ട കാര്യമെന്ന് പറയുന്നത് ആ സാക്ഷാത്കാരം എങ്ങനെ നേടാം, നമ്മിൽ വരുത്താം എന്നുള്ളത് മാത്രമായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ആളാണ് ബാലകൃഷ്ണൻ നായർ, ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ നായർ. അപ്പോൾ അവിടെയെല്ലാം പോയി നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന പ്രഭാഷണത്തിൽ കൂടി ഗ്രഹിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു സ്ഥലത്തും പോകേണ്ടതായിട്ടില്ല, വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. ഇതിൽ കവിഞ്ഞ് മറ്റൊരറിവ് ഒരു സ്ഥലത്തുനിന്നും കിട്ടാനില്ല. ആ അറിവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജ്വലിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.